Welcome back to Television Movies. We are going to explain the movie The Big Short. 2008 അമേരിക്കൻ വിപണിയിലെ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ആസ്പദമാക്കിയുള്ള ഒരു മൂവിയാണിത്. വളരെ കുറച്ചുപേർ ഈ തകർച്ചയെ മുൻകൂട്ടി അറിയുകയും അത് മുതലെടുത്ത് തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. അമേരിക്കയിൽ അക്കാലത്ത് ആളുകൾക്ക് വീട് വാങ്ങാൻ ബാങ്കുകൾ ലോൺ കൊടുക്കുമായിരുന്നു. വീടുകളുടെ വില എക്കാലത്തും കൂടിക്കൊണ്ടിരിക്കുമെന്ന തെറ്റായ ധാരണ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഡോക്ടർ മൈക്കിൾ ബെറി അമേരിക്കയിലെ ആയിരക്കണക്കിന് ഹൗസിംഗ് ലോണുകളുടെ രേഖകൾ പരിശോധിക്കുകയും അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലാവുകയും ചെയ്തു. എടുത്ത ലോണുകൾ ആളുകൾക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല. കൊളാറ്ററലൈസ്ഡ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ, ബാങ്കുകൾ മോശം ലോണുകളെയും തിരിച്ചടവുള്ള നല്ല ലോണുകളെയും കൂട്ടിക്കലർത്തി ഒരു പാക്കേജ് ആക്കി മാറ്റി. ഇതിന് വലിയ മൂല്യമുണ്ടെന്ന് കാണിച്ച് കമ്പനികൾക്കും നിക്ഷേപകർക്കും മാർക്കറ്റിൽ വിറ്റഴിച്ചു. മൈക്കിൾ ബെറിക്ക് ഇത് മനസ്സിലാവുകയും മാർക്കറ്റിൽ ഷോർട്ട് സെൽ എടുക്കുകയും ചെയ്തു. അതിനായി CDS ക്രെഡിറ്റ് ഡിഫാൾട്ട് സ്വാപ്പ് എന്ന ഇൻഷുറൻസ് സംവിധാനം ഉണ്ടാക്കുകയും വിപണി തകർന്നാൽ ബാങ്കുകൾ ബെറിക്ക് പണം നൽകണം എന്നതായിരുന്നു കരാർ. ബാങ്കുകൾ ഇതിനെ പരിഹസിക്കുകയും പുച്ഛത്തോടെ കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ജാരഡ് ബെന്നറ്റ് ബെറിയുടെ ഈ പ്രവർത്തനത്തെ നിരീക്ഷിക്കുകയും മാർക്ക് ബാം എന്ന തന്റെ ഫണ്ട് മാനേജറെ അറിയിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ മാർക്ക് ബാം ആദ്യം വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം തന്റെ ടീമുമായി നേരിട്ട് ഫീൽഡിൽ ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. കുറച്ചുകാലം കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങി. വീട് വാങ്ങിയവർക്ക് വരുമാനമില്ലാതാവുകയും ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ ബാങ്കുകൾ പതിയെ തകരാനും തുടങ്ങുന്നു. മാർക്ക് ബാം നേരിട്ട് ഫ്ലോറിഡയിലേക്ക് പോയി അന്വേഷണം നടത്തുകയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. വീട് വാങ്ങിയവർക്ക് തിരിച്ചടയ്ക്കാൻ യാതൊരു നിർവാഹവുമില്ല. ബാങ്ക് ഏജന്റുമാർ യാതൊരു ശ്രദ്ധയുമില്ലാതെയാണ് ആളുകൾക്ക് ലോൺ പാസ്സാക്കിയിരുന്നത്. എത്രത്തോളം ലോൺ എടുക്കുന്നുവോ അത്രത്തോളം കമ്മീഷൻ അവർക്ക് ലഭിക്കുന്നതിനാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അവരെല്ലാവരും തന്നെ ലോസ് വാഗസിലെ ഒരു വലിയ ഫിനാൻഷ്യൽ കോൺഫറൻസിൽ പങ്കെടുക്കുകയും തകർച്ചയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. വളരെ അപകടകരമായ ഒരു സംവിധാനം അവർ അവിടെ വെച്ച് മനസ്സിലാക്കി. ഇത് ലോണുകളുടെ മുകളിൽ വെക്കുന്ന ബെറ്റുകളാണെന്നും ഇതുമൂലം വിപണി തകർന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിക്കുകയും വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് സംഭവിക്കുകയും ചെയ്യുമെന്ന് അവർ ഉറപ്പിച്ചു. 2007 അവസാനത്തോടെ കാര്യങ്ങളെല്ലാം തകിടമറിയാൻ തുടങ്ങി. വീടുകളുടെ വില ഇടിയുകയും ലോൺ എടുത്തവർ തിരിച്ചടവ് നിർത്തുകയും ചെയ്തു. ബാങ്കുകൾ പരമാവധി മറച്ചുപിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായ ലഹ്മാൻ ബ്രദേഴ്സിന്റെ തകർച്ചയോടെ തകിടം മറിയുകയും ലോകം മുഴുവൻ സാമ്പത്തിക പരിഭ്രാന്തിയിലാവുകയും ചെയ്തു. ഏകദേശം 80 ലക്ഷം ആളുകൾക്ക് ജോലിയും വീടും നഷ്ടമായി. ബെറിയുടെ നിരീക്ഷണം ശരിയാവുകയും 489% അദ്ദേഹത്തിന് പ്രോഫിറ്റ് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മാത്രമല്ല, ബെറിയുടെ നിരീക്ഷണം മനസ്സിലാക്കിയ മാർക്ക് ബം, ജാരഡ് ബെന്നറ്റ്, ചാർലി ആൻഡ് ജാമി എന്നിവരും നേട്ടം കൈവരിച്ചു. തകർച്ചയുടെ പ്രധാന കാരണക്കാരായ ബാങ്കുകൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിരുന്നില്ല. കാരണം ഗവൺമെന്റ് നൽകിയ ബെയിൽ ഔട്ട് പണം ഉപയോഗിച്ച് ഒരു പരിധിവരെ രക്ഷപ്പെട്ടു. ഈ തകർച്ചയുടെ അടി കിട്ടിയത് സാധാരണക്കാരായ ജനങ്ങൾക്കായിരുന്നു. സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. പുതിയ സ്റ്റോറിയുമായി വീണ്ടും കാണാം.